PSU പൊതുവെ ഒരു പ്രതിസന്ധി കുറേ മേഖല നേരിടുന്നുണ്ട്. അത് പ്രധാനമായിട്ടും കോവിഡിന് ശേഷം ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട രംഗം അത് കുറച്ച് പ്രതിസന്ധി നേരിടുന്നു. ടെക്സ്റ്റൈൽ രംഗം പ്രതിസന്ധിയുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്തിൻ്റെ പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിനായി നമ്മളിപ്പോൾ ഒരു കോട്ടൺ ബോർഡ് രൂപീകരിച്ചു. ടെക്സ്റ്റൈലിൻ്റെ പ്രതിസന്ധിയുടെ കാരണം നമ്മൾ ഈ ഗവൺമെൻറ് ഫണ്ടൊക്കെ അനുവദിച്ചു വരുമ്പോഴേക്കും കോട്ടൻ്റെ വില കൂടും, ക്വാളിറ്റി കുറയും. അത് ഉൽപ്പാദിപ്പിച്ച് എത്ര നൂലുണ്ടാക്കുന്നോ അത്രയും നഷ്ടം കൂടുന്ന സ്ഥിതിയാണുള്ളത്. അത് മാറ്റാൻ ഇപ്പോൾ കോട്ടൺ ബോർഡ് രൂപീകരിച്ചു. കോട്ടൺ ബോർഡ് ആദ്യമായിട്ട് ഇപ്പോൾ സംഭരണം നടത്തി അത് ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 16, 17 ഞങ്ങൾ വരുന്നതിന് 15 പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു ലാഭത്തിൽ. ഇപ്പോൾ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ്. 23 എത്തിയിരുന്നു. ഈ 2 വർഷം വന്നുകൊണ്ടാണ് 18ലേക്ക് എത്തിയത്. എങ്കിലും ഞാൻ കരുതുന്നത് ഈ സാമ്പത്തിക വർഷമാകുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആ രൂപത്തിൽ തന്നെ ലാഭത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ 2007-8 മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പോലും വയ്ക്കാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മഹാഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും അപ് ടു ഡേറ്റായി ഓഡിറ്റ് റിപ്പോർട്ട് വയ്ക്കുന്നുണ്ട്, ഈ സഭയിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് 272 കോടി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇലക്ട്രിസിറ്റിയുടെ, പ്രധാനമായിട്ടും ഈ ടെക്സ്റ്റൈൽ മില്ലുകളുടെയാണ്, അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ട്. 272.20 കോടി രൂപ. അതേപോലെ തന്നെ 28 കോടി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുകയുണ്ടായി. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചു. പഴയ ചീഫ് സെക്രട്ടറി VP ജോയിയാണ് അധ്യക്ഷൻ. പ്രൊഫഷണലുകൾ ചേരുന്ന ബോർഡാണ്. 24 മാനേജിംഗ് ഡയറക്ടർമാരെ ഇപ്പോൾ അഡ്വൈസ് ചെയ്ത് ആ ബോർഡ് വഴി ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി അറിയാം, എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ 211 അഡ്വൈസ് 100 കാറ്റഗറിക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം അല്ലാതെയുള്ള ഒരു നിയമനവും PSUവിന് നടത്തിയിട്ടില്ല. പൂർണ്ണമായ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് നിയമനം നടത്തിയിട്ടുള്ളത്. 500 ഈ പോസ്റ്റിൻ്റെ റാമ്പ് ഉൾപ്പെടെയുള്ള 500 പോസ്റ്റുകൾക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരാധിഷ്ഠിതമാക്കി ലാഭകരമാക്കുക, അതാണ് സർക്കാരിൻ്റെ സമീപനം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന പരമ്പരാഗത മേഖലയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വിഷ്ണുനാഥ്, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് ഈ പരമ്പരാഗത മേഖലയുടെ പ്രതിസന്ധി എന്താണ് എന്നുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ കശുവണ്ടി സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ PF ESI വിഹിതം തൊഴിലുടമ നൽകേണ്ടത് സർക്കാർ ഏറ്റെടുക്കുന്നത്. ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ. ആ തൊഴിലാളികളെല്ലാം അവരുടെ സംരംഭകർ തൊഴിലാളികൾ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 20 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചു. ബഹുമാനായ ധനകാര്യമന്ത്രിയുടെ സഹായത്തോടുകൂടി അതിൻ്റെ ആദ്യഘട്ടം കിട്ടി. അത് നമ്മൾ വിതരണം ചെയ്തു. ബാക്കിയും നമുക്ക് ഘട്ടം ഘട്ടമായി തന്നെ വിതരണം ചെയ്യാൻ കഴിയും. ആധുനികവൽക്കരണമല്ലാതെ മറ്റു വഴിയില്ല അവിടെ. അത് അങ്ങേക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതല്ല. 4800, 4200, 4800 വരെ ഒരു ബാഗിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുമ്പോൾ 850 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള ഒരു ഉൽപ്പന്നമായിട്ട് നമുക്ക് മത്സരിച്ച് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആധുനികവൽക്കരണത്തിൽ നമ്മളിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് 5 കോടി രൂപ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പ്രൈവറ്റ് കശുവണ്ടി കമ്പനികൾ പ്രവർത്തന മൂലധനത്തിന് വായ്പ എടുക്കുകയാണെങ്കിൽ ആ വായ്പയുടെ 50% പലിശയുടെ 10 ലക്ഷം രൂപ വരെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതേപോലെ തന്നെ അവർ മോഡേണൈസേഷൻ നടത്തുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞത് സെല്ലിങ്ങിൽ മാത്രമാണ് 5 കോടി, അവരല്ലാതെ മോഡേണൈസേഷൻ നടത്തുകയാണെങ്കിൽ 40 ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് ഗവൺമെൻറ് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ 3 സെൻറ്റ് 4 സെൻറ്റ് എന്ന് വരെ പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ ആളുകളെ കുടിയിറക്കുമ്പോഴാണ് വർഷങ്ങളായി നിങ്ങളുടെ ഗവൺമെൻറ്റോ ഞങ്ങളുടെ ഗവൺമെൻറ്റോ ഉള്ള കാലത്തൊക്കെ എടുത്ത വായ്പകൾ കുടിശ്ശികയായി NPA ആയിരിക്കുമ്പോൾ പ്രത്യേകമായ OTS വെച്ചു. 50% അടച്ചാൽ മതി എന്ന സ്കീം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 332.83 കോടി രൂപയുടെ വായ്പകൾ 66 സ്ഥാപനങ്ങളുടെ സെറ്റിലാക്കാൻ കഴിയും. നമ്മൾ ചില ബാങ്കുകൾ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ചില തെറ്റായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ തീരുമാനമെടുത്ത് ഗവൺമെൻറ് ഓർഡർ ഇറക്കിയപ്പോൾ കശുവണ്ടി മുതലാളിമാരിൽ ഒരാൾ കേസ് പോയി. അപ്പോൾ കോടതി പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമില്ല, യൂണിയൻ ലിസ്റ്റാണ് ബാങ്കിങ്, നിങ്ങൾ അതിനകത്ത് ബൈൻഡിങ് അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷവും സർക്കാർ ഇടപെട്ടിട്ടാണ്. ബഹുമാനായ ശ്രീ വിഷ്ണുനാഥിന് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ സഭയിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ തന്നെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ബാങ്കുകളുമായി വിളിച്ച് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. കുണ്ടറയിലെ ഭൂമിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. PSUമായി ബന്ധപ്പെട്ട് നല്ല നിർദ്ദേശമാണ്. സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഭൂമി മുഴുവൻ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. PSU, ഖാദി ബോർഡ്, ഇൻഡസ്ട്രി സൊസൈറ്റീസ്, റവന്യൂ ലാൻഡ്, അതുപോലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തന്നെ 250 ഏക്കറോളം എസ്റ്റേറ്റാക്കി മാറ്റാൻ കഴിയുമോ, അങ്ങനെ ഒരു മാപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് കുണ്ടറയിലെ ഇത് അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിലുണ്ട്.
തലശ്ശേരിയിലും മാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി നന്നായി അത് വികസിപ്പിക്കാം. പുതിയ സംരംഭങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് സഹായിക്കാം. അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം സ്വാഗതാർഹമാണ്. പിന്നെ കയർ മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞു, കയറിൽ ഇപ്പോൾ ഇന്നലെ ഒരു സൊസൈറ്റി വന്നു, ബഹുമാനായ കൃഷിമന്ത്രിയും കൂടി ഉണ്ടായിരുന്നു. 4-5 കോടി ടേൺ ഓവറുള്ള സൊസൈറ്റിയാണ്, ലാഭകരമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ സൊസൈറ്റികൾ ലാഭകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയ ക്ലസ്റ്റർ തുടങ്ങി. അവിടെ ഒരു തൊഴിലാളി 140-150 കിലോ കയർ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മുടെ മെഷീൻ വെച്ചിട്ട് 30-40 കിലോ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ ക്ലസ്റ്ററുകൾ വന്ന് ഉൽപ്പാദനത്തിൻ്റെ ക്ഷമത കൂട്ടി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഉൽപ്പന്നത്തിൻ്റെ വില കുറച്ച് മാത്രമേ മത്സരാധിഷ്ഠിതമാക്കാൻ കഴിയുകയുള്ളൂ. അവൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇൻകം സപ്പോർട്ട് സ്കീം ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. സൊസൈറ്റികൾക്കുള്ള മാനേജറിയൽ സബ്സിഡി ഉൾപ്പെടെ നൽകുന്നുണ്ട്. കെയർ കോർപ്പറേഷൻ നല്ല രൂപത്തിൽ ലാഭത്തിൽ ഏറ്റവും കൂടുതൽ 10 കോടി രൂപയിലധികം കയറ്റുമതി, ഏറ്റവും ഉയർന്ന കയറ്റുമതി കെയർ കോർപ്പറേഷൻ ഇത്തവണ നടത്തിയിട്ടുണ്ട്. കെയർ ഫെഡും കെയർ സംഭരിക്കുന്നുണ്ട്. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കെയർ തൊഴിലാളി ക്ഷേമനിധി 1.75 കോടി രൂപ ആനുകൂല്യം കൊടുക്കാൻ 4.25 കോടിയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. ഇത് കുറേ കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഗവൺമെൻറ്റുകൾ എടുത്താലും ഒരു ഘട്ടം കഴിയുമ്പോൾ തൊഴിലാളികൾക്ക് മാറി ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാത്രമേ ഇത് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കെയർ കോർപ്പറേഷനും ഫോമാറ്റിക്സ് ഇപ്പോൾ നമ്മൾ യോജിപ്പിക്കാൻ തീരുമാനിച്ചു. ഫിനാൻസിൻ്റെ അവസാന അനുമതി കൂടി കിട്ടിയാൽ ഈ സാമ്പത്തിക വർഷം തന്നെ അത് രണ്ടും ഒറ്റ കമ്പനിയാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. പിന്നെ സ്വകാര്യ വ്യവസായ പാർക്കുകൾ അങ്ങ് പറഞ്ഞു, 33 പാർക്കുകൾക്ക് നമ്മളിപ്പോൾ അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 24 കൂടി വിവിധ ഘട്ടങ്ങളിൽ അനുമതിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. റീഇംബേഴ്സാണ് ചെയ്യും. നമ്മൾ ആദ്യം പണം കൊടുക്കല്ലേ ചെയ്യുക, അവർ ചെലവഴിച്ച് യഥാർത്ഥത്തിൽ അങ്ങ് അവരോട് സംസാരിച്ചാൽ അറിയാം, സാമ്പത്തികമല്ല അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ പാർക്കായിട്ട് അപ്പം തന്നെ നോട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്, ഞാൻ ആദ്യത്തെ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന തിരികൊളുത്തുന്നതിന് മുമ്പ് 2 നോട്ടിഫിക്കേഷൻ കൈമാറി. ഇൻഡസ്ട്രിയൽ ഏരിയ ഡിക്ലെയർ ചെയ്തു, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡും കൊടുത്തു. ഇനിയിപ്പോൾ ഒരെണ്ണത്തിൻ്റെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏപ്രിൽ അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോൾ അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. ബാക്കിയും ഘട്ടം ഘട്ടമായി റീഇംബേഴ്സ് ചെയ്യും. നല്ല രീതിയിൽ അപേക്ഷകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെയും ഒരു 10 എണ്ണം ഈ സാമ്പത്തിക വർഷം തന്നെ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 6 എണ്ണത്തിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. കുട്ടനാട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടനാട് പുതിയൊരു റൈസ് പാർക്ക് ഇപ്പോൾ നമുക്ക് സാധ്യമാകുന്നില്ല, അദ്ദേഹം ഇവിടെ ഇല്ല. എന്നാൽ അവിടെ ചെങ്ങന്നൂർ മണ്ഡലത്തിലുള്ള കുട്ടനാടിൻ്റെ 29 കുട്ടനാട് റൈസ് പാർക്ക് 29.7 കോടിയുടെ സിവിൽ വർക്ക്സ് നമ്മളിപ്പോൾ അവാർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായി വർക്ക് ഓർഡർ 12.25 കോടിയുടെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബഹുമാനായ കുർക്കോളി എപ്പോഴും പറയുന്നതാണ്, മാൻകോ ടെക്സ്റ്റൈൽസിൽ എനിക്ക് കാശ് തന്നില്ലല്ലോ, മന്ത്രി അത് സമ്മതിച്ചാണല്ലോ എന്ന് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ വെറ്റിലയുടെ കാര്യം ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ട്. അത് കൃഷി വകുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് തന്നെ 6.63 കോടി രൂപ നമ്മൾ പ്രവർത്തന മൂലധനമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ടെക്സ്റ്റൈൽസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവൺമെൻറ് PSUവിലെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിന് വേണ്ടി പണം അനുവദിക്കുന്നത്. ആദ്യമായിട്ടാണ്. കാരണം ഇപ്പം ഞങ്ങളുടെ സമയത്ത് തുടങ്ങിയതൊന്നുമല്ല, നിങ്ങളുടെ സമയത്തും അതിന് മുൻപും ഒക്കെയായി ഒരു മറ്റേ ഇതിന് ലൈബിലിറ്റി ഇങ്ങനെ തുടങ്ങാറുള്ളൂ. ആ ലൈബിലിറ്റിയുടെ എഴുതി തള്ളാനായിട്ട് കഴിയാത്തതുകൊണ്ടും ഇതെല്ലാം ഫ്രീസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചു. അടുത്ത ആദ്യത്തെ ഇതിൽ തന്നെ അങ്ങയുടെ മാർക്കോ ടെക്സ്റ്റൈൽസും അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.